ഒരു മനുഷ്യനിങ്ങനെ പുഴക്കരയിലൂടെ നടന്നു പോകുമ്പോ അതേ നിറഞ്ഞൊലിക്കുന്ന പുഴയിലേക്ക് കാലിടറി പുറയിൽ വീഴുന്നു. ആ മനുഷ്യന് നീന്താൻ അറിയുന്നില്ല. നീന്താനറിയാതെ വെള്ളത്തിൽ മുങ്ങിയ മനുഷ്യൻ നിറഞ്ഞരിക്കുന്ന പുഴയിലൂടെ, പുഴയുടെ ഒഴുക്കിലൂടെ അതാ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകുമ്പോ ഇടക്കിടക്ക് ഒഴുക്കിലിങ്ങനെ തലപൊങ്ങുന്ന സമയത്ത് ഇവൻ വിളിക്കുന്നു, രക്ഷപ്പെടുത്തടേ. ആരാരുമില്ലാതെ ഒഴുകുന്ന വെള്ളത്തില് തല ഇങ്ങനെ ഒഴുക്കിലൂടെ ഒരൽപ്പം തല പൊങ്ങുന്ന സമയത്ത് അവൻ വിളിക്കുന്നു, രക്ഷപ്പെടുത്തണേ. ആരോ ഒരാളിത് കരയിൽ വെച്ച് കണ്ടപ്പോൾ ആ കരയിൽ കണ്ട ഒരു വ്യക്തി ചെയ്തതെന്താണ്? വലിയൊരു കയറ് കൊണ്ടുവരികയാണ്. ആ കയറ് കൊണ്ടുവന്നിട്ട് കയറിന്റെ ഒരു കരയെ ഇദ്ദേഹം കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് വലിയ കയറിനെ പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഒഴുകുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ആ കയറ് കിട്ടിയപ്പോ ആ വെള്ളത്തിൽ ഒഴുകുന്ന മനുഷ്യൻ കയറിന്റെ കര പിടിച്ചിട്ട് അതാ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് കയറ് പിടിച്ചിട്ട് മെല്ലെ മെല്ലെ അടുത്തിട്ട് അവൻ കരയിലേക്ക് എത്തുന്നു. കരയിലേക്ക് എത്തി അതാ പുഴയിൽ നിന്ന് മേൽപോട്ട് കയറി ആ കരയിലൊന്നിരിക്കുമ്പോ അവനിക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! സക്കറാത്തിനോട് മല്ലടിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങി ചാകാനായ മനുഷ്യൻ അതാ വെള്ളത്തിൽ നിന്ന് കയറി എന്നിട്ട് കരയിൽ കയറിയിരിക്കുമ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! ഇതിനേക്കാളും വലിയ സന്തോഷമാണ് കബറാളിക്ക് കിട്ടുന്ന പ്രാർത്ഥന, കബറാളിക്ക് കിട്ടുന്ന ദുആ. വെള്ളത്തിൽ മുങ്ങി വെപ്രാളപ്പെട്ട് രക്ഷപ്പെടാൻ വഴിയില്ലാത്ത സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി കയറെറിഞ്ഞു കൊടുത്ത കയറും പിടിച്ചിട്ട് ഇവൻ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറിയപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്രയാണ്! അതിനേക്കാളും വലിയ സന്തോഷമാണ് കബറാളിക്ക് കിട്ടുന്ന ഒരു ദുആ, കബറാളിക്ക് കിട്ടുന്നൊരു പ്രാർത്ഥന. ഓ എന്റെ സംഘടനാ പ്രവർത്തകരെ, ആ ദുആ നമുക്ക് ലഭിക്കണ്ടേ? നിങ്ങൾ എന്നും കേൾക്കുന്നതല്ലേ വന്യരായ കാന്തപുരം ഉസ്താദിന്റെ ദുആ? സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എത്ര പേര് മരണപ്പെട്ടു പോയി ഉസ്താദ് അവിടെ എത്തിയില്ലേ? മണ്ണാർക്കാരിൽ 2 സുഹദാക്കൾ നമ്മൾക്കുണ്ടായപ്പോ ആ വീട്ടിലേക്ക് കാന്തപുരം ഉസ്താദ് എത്തിയില്ലേ? ഇന്നലെ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അരേ പഴയ കടപ്പുറത്ത് വെച്ച് വരിച്ചപ്പോ അവിടെ പൊത്തോട്ട് തങ്ങൾ എത്തിയില്ലേ? നമ്മുടെ ജില്ലയിലെ നേതാക്കന്മാർ എത്തിയില്ലേ? എല്ലാവരും അവിടെ ദുആ നടത്തിയില്ലേ? പത്രത്തിലൂടെ മയ്യത്ത് നിസ്കരിക്കാനുള്ള പ്രസ്താവന കൊടുത്തില്ലേ? ഞാൻ എന്റെ SSFന്റെ SYSന്റെ പ്രവർത്തകരോട് ചോദിക്കുന്നു, ഇതല്ലേ നമുക്ക് വേണ്ടത്? നാം മരിച്ചാലും നിങ്ങളെ ദുആ കിട്ടണം, പോരാ ആ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് ദിക്ർ ഹൽക കിട്ടണം, നമുക്ക് സ്വലാത്തിന്റെ ഹൽക കിട്ടണം, ആയിരക്കണക്കിന് ജനങ്ങളെ ജനാസ കിട്ടണം. ഇത് കിട്ടണോ പ്രവർത്തകരെ? അത് ഒരേ ഒരു സംഘടന മാത്രമാണ്, അത് SSF മാത്രമാണ്, അത് SYS മാത്രമാണ്. അതുകൊണ്ട് പറയട്ടെ, മരണാനന്തരം ഖബറിലേക്ക് ഫലങ്ങൾ കിട്ടാൻ, ദുആ കിട്ടാൻ, അതുപോലെ ദിക്ർ കിട്ടാൻ, സ്വലാത്ത് കിട്ടാൻ, ആയിരങ്ങളെ ജനാസ കിട്ടാൻ നിങ്ങൾ SSFൽ അടിയുറച്ച് പ്രവർത്തിച്ചോ, SYSന്റെ മെമ്പർമാരായി പ്രവർത്തിച്ചോ, ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്ന് പ്രവർത്തിച്ചോ. അതിനേക്കാളും വലിയ നേട്ടം എന്താണ് നമ്മൾക്ക് ഇനി കിട്ടേണ്ടത്? അല്ലാഹു ആ ഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് SSFന്റെ പ്രവർത്തനം, ഇതിനാണ് SYSന്റെ പ്രവർത്തനം. ഈ ദുനിയാവിൽ കല്ലെറിയാനുള്ളതല്ല, അക്രമങ്ങൾ സൃഷ്ടിക്കാനുള്ളതല്ല, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരാളെ വീട് തകർക്കാനുള്ളതല്ല, മുസ്ഹഫ് കത്തിക്കാനുള്ളതല്ല, ഇത് ബോംബ് നിർമ്മിക്കാനുള്ളതല്ല. പാരിത്രിക മോക്ഷത്തിന് വേണ്ടി നല്ല മനസ്സോടെ പ്രവർത്തിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് മാത്രമാണ്, എനിക്ക് അഹ്ലുസുന്നയുടെ ആദർശം മുറുകെപ്പിടിച്ച് ഇവിടെ ജീവിക്കണം. അതിന് പറ്റിയ ഒരു സംഘടന അല്ലാഹുവിന്റെ ഭൂമി ലോകത്തുണ്ടെങ്കിൽ അത് SYS മാത്രമാണ്, അത് SSF മാത്രമാണ്. ആ ആദർശ സംഘടനയുടെ പിന്നാലെ അണിനിരന്നിട്ട് അതേ അഹ്ലുസുന്നയുടെ പോരാളികളായി ജീവിക്കാൻ കഴിയണം.
അൽഹംദുലില്ലാഹ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഓ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ഇതൊക്കെ പറയുമ്പോ നിങ്ങളും ശ്രദ്ധിക്കും. ഞങ്ങൾക്ക് SSFന്റെ മെമ്പർഷിപ്പ് വേണം. ഇത് വനിതാ സംഘടനയല്ല കേട്ടോ. ഉമ്മമാർക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല. SYSൽ ഉമ്മമാർക്ക് മെമ്പർഷിപ്പ് ഇല്ല. പക്ഷേ ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മ നിങ്ങളെ മക്കൾ SSFന്റെ പ്രവർത്തകരാകണം, നിങ്ങളെ മക്കൾ SYSന്റെ പ്രവർത്തകരാകണം. അങ്ങനെ ആയാലോ ഈ മൊബൈൽ പരിശോധിക്കാൻ ഇവിടെ SSFന്റെ കുട്ടികൾ തയ്യാറുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, കാസർഗോഡ് ജില്ലയിലെ എത്ര പ്രവർത്തകരെ ഉമ്മ മരിച്ചപ്പോ അതാ ഇന്ന പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണം. ഇന്ന പ്രവർത്തകന്റെ അമ്മായി മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണം. ഉമ്മമാരെ, അത് കിട്ടിയത് നിങ്ങളെ മക്കളെ കൊണ്ടാണ്, നിങ്ങളെ മരുമക്കളെ കൊണ്ടാണ്. ഓ ഉമ്മമാരെ, മക്കളെ കെട്ടിക്കുമ്പോ ആൺമക്കളില്ലാത്ത ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ പെൺമക്കളെ കെട്ടിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ മരുമകൻ ഒരു SSFന്റെ പ്രവർത്തകനാകണം, എന്റെ മരുമകൻ ഒരു SYSന്റെ പ്രവർത്തകനാകണം. അപ്പോഴാണ് മരിച്ചപ്പോൾ പത്രത്തിൽ വരുന്നു, അതാ ഇന്ന പ്രവർത്തകന്റെ അമ്മായിമ്മ മരണപ്പെട്ടു പോയി, മയ്യത്ത് നിസ്കരിക്കണം. MA ഉസ്താദിന്റെ പ്രസ്താവനയാണോ? പൊസോട്ട് തങ്ങളുടെ പ്രസ്താവനയാണോ? അരേ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയാണ്. ഉമ്മമാരെ, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമതാണ്. മക്കളെ SSFലേക്ക് പറഞ്ഞേച്ചോ, SYSന്റെ പ്രവർത്തകരാക്കിക്കോ. മക്കൾ SYSന്റെ പ്രവർത്തകരാകട്ടെ, SSFന്റെ പ്രവർത്തകരാകട്ടെ. ആ നിലക്ക് നല്ല ചിന്തയോടെ ചിന്തിക്കുന്ന ഉമ്മമാരെ ആഖിറം രക്ഷപ്പെടാനുള്ള നല്ലത് ചെയ്യണം കേട്ടോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒന്നും കൂടി പറയട്ടെ, പണ്ട് കാലത്ത് നടന്നത് ബദറാണ്, അന്ന് നടന്നത് ഉഹുദാണ്, അന്ന് നടന്നത് ഖന്ദഖാണ്. അങ്ങനെയുള്ള നേതാക്കളൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളാകുന്ന നമ്മൾക്ക് ബദർ ഇല്ല, നമ്മക്ക് ഉഹുദ് ഇല്ല. അതുകൊണ്ടല്ലേ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ എഴുതി വെച്ചത് കാണാം, ആഖിർ സമാനിന്റെ യുദ്ധമേതാണ്? അത് ഇസ്ലാമിക പ്രബോധനമാണ്. ആ ഇസ്ലാമിക പ്രബോധന ഗോതയിലിറങ്ങുന്ന സംഘടനയാണ് SSF. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകന്റെ ബാധ്യത അത് ദഅവത്താണ്, പ്രബോധനമാണ്. അതുകൊണ്ട് പറയട്ടെ, സുഹദാഇന്റെ പ്രതിഫലം കിട്ടാൻ, ജിഹാദിന്റെ പ്രതിഫലം കിട്ടാൻ നിങ്ങൾ SSFന്റെ ദഅവ മേഖലയിൽ ഇറങ്ങുന്നവരാകണം, SYSന്റെ പ്രബോധന മേഖലയിൽ ഇറങ്ങുന്നവരാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ സംഘടനയുടെ പിന്നാലെ അണിനിരക്കുമ്പോ നമ്മൾക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയക്കാർ അല്ല, പർവ്വതം പോലോത്ത പണ്ഡിതന്മാരാണ്. നമ്മളെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാവ് താജുൽ ഉലമാ വലിയ സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്. അതിനു പുറമെ 10,000 മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്ത മഹാനാണ്. ഇന്നും അതേ കാടാന കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന പണ്ഡിതനാണ്. 24 മണിക്കൂർ ദിക്റുമായി ബന്ധപ്പെടുന്ന മഹാനാണ്. ഇന്നും രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹാനാണ്. രാത്രി 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന മഹാനാണ്. എല്ലാ സമയത്തും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ്. അതിന് പുറമേ 18ഓളം തരീഖത്തിന്റെ ശൈഖായ പണ്ഡിതനാണ്. ഇതുപോലത്തൊരു മഹാന് ഇന്ന് ലോകം പരിധിയാ കിട്ടൂല. ആ വലിയ നേതാവിന്റെ പിന്നാലെയാണ് അണിനിരക്കുന്നത്. ഇനി നമുക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അല്ലാഹു അവിടുത്തെ സ്ഥാനം ഇനിയും ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയട്ടെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, നിങ്ങൾ കണ്ടോ ഈ പന്ത് കളിക്കുന്ന കുട്ടികൾ എല്ലാം കളിക്രാന്തന്മാരാണ്. മതിയാക്കുന്നു നമ്മളെ വകെ കളി കളി നിർത്താറ്, നമ്മളെ വകെ എനിക്കൊരു ആഘോഷം കളി തുടങ്ങി അല്ലേ? ആ കളിക്കുന്ന കുട്ടികൾ ഇങ്ങനെ നിലത്തേക്ക് പന്തറിയുമ്പോഴോ ശക്തി കൂട്ടി പിന്നെ അത് കൊണ്ടുവന്നത് നല്ലോണം ശക്തിയുടെ പിന്നെയും പൊന്തും. കണ്ടില്ലേ? ഇതുപോലെയാണ് കാന്തപുരം ഉസ്താദ്. ചെറിയ ചെറിയ ആരോപണങ്ങൾ, വലിയ വലിയ ആരോപണം പറയുമ്പോൾ ബോൾ വന്നു പോലെ പൊന്തരന്നെയാ. ഏതെല്ലാം ആരോപണമാണ് വന്നത്, പക്ഷെ ഉസ്താദ് എവിടെ എത്തിയെന്നറിയോ? പിടുത്തം കിട്ടുന്നില്ല. അത് എറിയുമ്പോൾ കുറച്ച് മുമ്പ് എറിയണ്ടേ? ഇപ്പൊ എന്തിന്റെ കാര്യമാണ്? ഇപ്പൊ ലെവലൊക്കെ വിട്ടില്ലേ? ഇപ്പൊ കൂടുതൽ തെറ്റിയില്ലേ? ഉസ്താദ് എവിടെ? 6 മണിക്ക് ബുഖാരി ക്ലാസ്,
10 മണിക്ക് എയർപോർട്ടില്, 12 മണിക്ക് കുവൈറ്റില്, 4 മണിക്ക് ഖത്തറില്, 10 മണിക്ക് അമേരിക്കയില്, 6 മണിക്ക് സുബഹിക്ക് ബുഖാരി ക്ലാസ്സില്. പിടുത്തം തെറ്റിയില്ലേ? ഇനി പിടുത്തം കിട്ടാറുണ്ടോ? ഇനി ആര് കല്ലെറിഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ പിടുത്തം തെറ്റി എത്തേണ്ടടുത്തേക്ക് എത്തി. അല്ലാഹു ഇനിയും ദർജ കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, എന്നും നമ്മൾ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാക്ക് 95 വയസ്സാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. MA ഉസ്താദിന് 92.5 വയസ്സാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാന്തപുരം ഉസ്താദിന് 77 വയസ്സാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാനൊക്കെ ചിന്തിക്കുന്നത്, പ്രവർത്തകരൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ ഈ മൊബൈൽ എടുത്ത് മാറ്റുന്നത് പോലെ, ഈ വാച്ചിങ് എടുത്ത് മാറ്റുന്നത് പോലെ എനിക്കൊക്കെ ആയുസ് എടുത്ത് കൊടുത്ത് എന്റെ ആയുസിനെ അങ്ങ് നീക്കം ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനത് കാന്തപുരം ഉസ്താദിന് കൊടുക്കിട്ടിരുന്നു. കാരണം നമ്മൾ അല്ലേ, നമ്മൾ ജീവിച്ചിട്ട് കാര്യം. നമ്മളെ നാട്ടിൽ എത്ര എരുമകളുണ്ട്, എത്ര പശുക്കളുണ്ട്, ഇതൊക്കെ ജീവിച്ചൊന്നും കാര്യം കസായി മറ്റു കാശുണ്ടായി എന്നല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതുപോലെയല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? നമുക്ക് ഇന്നവരെ ഒരു മദ്രസ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? നമുക്ക് ചെറിയ ഇസ്ലാമി പള്ളി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? കരപ്പള്ളി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഉസ്താദോ പിടുത്തം തെറ്റി. 10 ലക്ഷത്തിന്റെ വള്ളിയല്ല, 40 കോടി, ഇപ്പൊ 400 കോടി എത്തിങ്ങാ പറയുന്നത്. കോടിയാണ്. അതിനിടയ്ക്ക് നോളജ് സിറ്റി ഇതൊക്കെ പൂർത്തിയാകണ്ടേ? അല്ലാഹു എല്ലാ വഴികളും തുറക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മളെപ്പോഴും ദുആ ചെയ്യണം. അതിനിയും കുറെ ആയുസ് നീട്ടി കിട്ടണം. ആയുസ് നീട്ടി കിട്ടിയാലും പോരാ, ഉസ്താദ് ആഫിയത്തും പോകണം. സത്യമായത്തിന് വേണ്ടി ഓടണ്ടേ? എപ്പോഴും ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പർവ്വതം പോലത്തെ പണ്ഡിത കേസരികളുടെ പിന്നിലാണ് നമ്മുടെ ഈ SSFന്റെ പ്രവർത്തനം, നമ്മുടെ SYSന്റെ പ്രവർത്തനം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവം ഇല്ലേ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനപ്പെട്ട ബിശ്റുൽ ഹാഫി തങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ മുഖാസബന്റെ തുടക്കത്തിൽ എഴുതി വെച്ചത് കാണാം. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. ആരാ പറയുന്നത്? ബിശ്റുൽ ഹാഫി തങ്ങളാണ്. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉമ്മമാരെ, ബിശ്റുൽ ഹാഫി തങ്ങൾ പറയുന്നു, റഅയ്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഞാൻ എന്റെ ഹബീബ് തങ്ങളെ സ്വപ്നം കണ്ടു. അല്ലാഹു നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എപ്പോഴും എന്റെ പ്രവർത്തകർ ദുആ ചെയ്യണം. ആദർശ പോരാളികൾ ദുആ ചെയ്യണം. എന്റെ ഉമ്മമാര് എപ്പോഴും ദുആ ചെയ്യണം. നമുക്ക് നമ്മുടെ ഹബീബിലൊന്ന് കടന്നുറങ്ങുന്ന സമയത്ത് കാണണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. കാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ കണ്ടുപോയി. നമ്മുടെ ആരിഫീങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടവരാണ്, മഹാന്മാര് റസൂലുള്ളാഹിനെ കണ്ടവരാണ്. നമുക്കും ഒന്ന് ഹബീബ് തങ്ങളെ കടന്നുറങ്ങുമ്പോ കാണാൻ കഴിയണം. അതിനെന്ത് വേണം? ഹബീബ് തങ്ങളെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം. എപ്പോഴും സ്വലാത്ത് കൈമുതലാക്കി ജീവിക്കുന്നവരാകണം. ഹബീബ് തങ്ങളെ കണ്ടിട്ടല്ലാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. എത്ര SSFന്റെ പ്രവർത്തകരുണ്ട് റസൂലുള്ളാഹിനെ കണ്ടവര്, എത്ര ഉമ്മമാരുണ്ട് റസൂലുള്ളാഹിനെ കണ്ടവര്. രേഖ എന്റെ കയ്യിലുണ്ട്. പല വയസ്സന്മാരും പല ചെറുപ്പക്കാരും ഹബീബ് തങ്ങളെ കണ്ടവര് സ്വകാര്യമായി പറഞ്ഞവര് പലവരുമുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗം നീട്ടുന്നില്ല. ഹബീബ് തങ്ങളെ കാണാ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ വാദിന് വരാൻ പോകുന്ന സമയത്തൊരു കുട്ടി വന്നിട്ട്, അസറിന്റെ സമയത്തൊരു കുട്ടി വന്നിട്ട് പറയുന്നു, സാറേ എന്റെ ഉമ്മ ഇന്നലെ രാത്രി റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത അറിയാൻ നിങ്ങളോട് പറയാൻ എന്നോട് ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട് സാറേ. സുബ്ഹാനല്ലാഹ്, ഇത് കേട്ടപ്പോ ഞാനങ്ങ് കരഞ്ഞുപോയി. കാരണം ഈ ഉമ്മ എന്റെ വാദം കേട്ടിട്ട് അങ്ങ് സ്വലാത്ത് തുടങ്ങിയതാണ്. അങ്ങ് സ്വലാത്ത് ചൊല്ലി 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 ഹബീബ് തങ്ങളെ സ്വപ്നം കാണുന്നു. പക്ഷേ പ്രസംഗിച്ച് നടക്കുന്ന ഈ സാധുവിനെ ഇന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഒന്ന് ഹബീബ് തങ്ങളെ കാണണം. SSFകാരന്റെ മനസ്സിലെപ്പോഴും അത് ഉണ്ടാകണം. SYSകാരന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹ്, ആ ഹബീബ്
ഹബീബ് തങ്ങളെ ഒന്ന് കണ്ടുപോയാൽ, യൂസുഫ് നബ്ഹാനി തങ്ങൾ ജവാഹിറിൽ എഴുതി വെച്ചത് കണ്ടില്ലേ, അവിടുത്തെ സഅദാത്തു ദാറൈനിൽ എഴുതി വെച്ചത് കണ്ടില്ലേ? ഹബീബ് തങ്ങളെ കണ്ട ഒരു മനുഷ്യന്റെ കൽബിന്റെ കറകളങ്ങ് നീങ്ങിപ്പോയി. പിന്നെ അവന്റെ കൽബിൽ ചതിയില്ല, പിന്നെ അവന്റെ കൽബിൽ വഞ്ചനയില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. നല്ല കറകളഞ്ഞ കണ്ണാടി ചില്ല് പോലെ കൽബ് പ്രകാശിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം റബ്ബിന്റെ പൊരുത്തത്തിന്റെ ജീവിതമാണ്. ഹബീബ് തങ്ങളെ ഒന്ന് കണ്ടുപോയ മനുഷ്യ, പിന്നെ നിനക്കൊരു അന്യപ്പെണ്ണിനെ നോക്കണമെന്ന ചിന്തയില്ല, അന്യപ്പെണ്ണിനെ കാണണമെന്ന ചിന്തയില്ല, ഹറാമായ സിനിമകൾ കാണണമെന്ന ചിന്തയില്ല, ഏതോ വൃത്തികെട്ട പെണ്ണിന്റെ ചിത്രം കാണണമെന്ന ചിന്തയില്ല. എന്തുകൊണ്ട്? റബ്ബി ഹബീബ് തങ്ങളെ കാണലോടുകൂടെ എന്റെ കൽബിന്റെ എല്ലാ വടക്കുകളും നീങ്ങിപ്പോയി. അല്ലാഹ് നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ആ ഹബീബ് തങ്ങളെ കണ്ടവർ മരിക്കുന്ന സമയത്ത് അവരെ ഈമാൻ രക്ഷപ്പെട്ടു പോയി. പോരാ, നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഹബീബ് തങ്ങളെ കണ്ട മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് നിർബന്ധമായി പോയി. ആ വലിയ ഭാഗ്യം പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ഞാൻ എന്റെ ഹബീബ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടപ്പോൾ എന്നോട് നബി തങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നു, യാ ബിസ്ർ അതദ്രി ബിമാ റഫഅകല്ലാഹു മിൻ ബൈനി അഖറാനിക. ബിസ്റേ, നിങ്ങളെ കൂട്ടുകാർ എത്ര പേരുണ്ട്? അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് എന്നോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്ഥാനം കിട്ടിയതിന്റെ കാരണം എന്താണ്? ബിസ്റുൽ ഹാബി തങ്ങൾ പറയുന്നു, ഇല്ല നബിയേ, ലാ യാ റസൂലല്ലാഹ്, അറിയൂല നബിയെ, അറിയൂല. എനിക്ക് സ്ഥാനം കിട്ടിയതിന്റെ കാരണം ഞാൻ അറിയൂല നബിയെ. ആരാ പറയുന്നത്? ബിസ്റുൽ ഹാഫി. 70 കൊല്ലം ജീവിച്ചു വഫാത്തായ മഹാനാണ്. 70 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ബിസ്റുൽ ഹാഫി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, മംഗലം കഴിച്ചിട്ടില്ല. എന്തേ കല്യാണം കഴിക്കാത്തതിന്റെ കാരണോ? അങ്ങ് ദിക്റുമായി ബന്ധപ്പെട്ട് ദിക്റ് ചൊല്ലിട്ട് കല്യാണം കഴിക്കാൻ മറന്നുപോയതാണ്. ജനിക്കുമെന്നെ ഓർമ്മ കല്യാണം കഴിക്കണമെന്നാണ്. കല്യാണം കഴിച്ചാൽ എന്ത് കാട്ടിക്കൂട്ടാൻ എനിക്കറിയില്ല, എന്നാലും അവന്റെ ചിന്ത കല്യാണം കഴിക്കണമെന്നാണ് അല്ലേ? 70 കൊല്ലക്കാലം ജീവിച്ചിട്ട് കല്യാണം കഴിക്കാൻ മറന്നുപോയതാണ്. മറക്കത്തുണ്ടെന്നാക്കി തരട്ടെ. ബിസ്റുൽ ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് തുന്നിച്ച് ജീവിതം നയിച്ചു എന്ന പണ്ഡിതന്മാർ. ജീവിതം ചെരുപ്പ് തുന്നി കിട്ടുന്ന കാത്തുകൊണ്ട് ജീവിതം നയിച്ചു എന്ന അല്ല, ജീവിതത്തിൽ ചെരുപ്പ് തന്നെ കാലിലേക്ക് ധരിച്ചിട്ടില്ല അങ്ങനെ പറയുന്ന പണ്ഡിതന്മാരെ കാണാം. ചെരുപ്പ് ധരിച്ചിട്ടില്ല കാലിൽ. അങ്ങനെ വളരെ വളരെ ചെറിയ ജീവിതം നയിച്ച ലോകത്തറിയപ്പെട്ട മഹത്തുക്കളെ പട്ടികയിൽപ്പെട്ട മഹാനാ ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ചരിത്രം ഇങ്ങനെ താരീഖിന്റെ കിതാബുകളിൽ കാണുമ്പോ ഞാനിങ്ങനെ കുറിച്ച് എനിക്കൊരു കുഞ്ഞിണ്ടായ പേരങ്ങനെയാക്കണം. അല്ലാഹു തആല കുഞ്ഞിനെ തന്ന പേര് ബിസ്റുൽ ഹാഫി എന്നാണ്. നമുക്കതുണ്ടാകാൻ വേണ്ടിയില്ല ഞാൻ പറയുന്നത്. നമ്മളെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകണം. മഹാന്മാരെ ചരിത്രത്തിൽ നോക്കുമ്പോൾ എന്ത് ഈ കുഞ്ഞിക്ക് പേര് അങ്ങനെ വെക്കണം. നമ്മളൊക്കെ സിനിമ നടന്മാരെ പട്ടികയാണ്. ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരെ പേരായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആ ബിസ്റുൽ ഹാഫി തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുന്നു, ഇസ്രേ നിങ്ങൾക്ക് സ്ഥാനം കിട്ടിയത് എവിടെ നിന്നാണ്? ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് എവിടെ നിന്ന് സ്ഥാനം കിട്ടിയെന്ന വിവരം ഞാൻ അറിയൂല നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്റുൽ ഹാഫിയോട് പറയുന്ന മറുപടി, ബിസ്റേ നിങ്ങൾക്ക് സ്ഥാനം കിട്ടിയത് എവിടെ നിന്നാണ്? ബിഖിദ്മതിക ലിസ്സാലിഹീൻ, നിങ്ങൾക്ക്
ഇത്രയും വലിയ പദവി കിട്ടാനുള്ള കാരണം നിങ്ങൾക്കത് കിട്ടിയത് സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്തെടുത്തതിന്റെ പേരിലാണ്. വെറും നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ദിക്ർ കൊണ്ട് മാത്രം കിട്ടിയതല്ല. അതേ സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്തെടുത്തതിന്റെ പേരിൽ കിട്ടിയതാണ്. അല്ലാഹു മഹാന്മാരെ ഖാദിമീങ്ങളായി ജീവിക്കാൻ നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എസ്എസ്എഫിന്റെ പ്രവർത്തകർ താജുൽ ഉലമാന്റെ പിന്നിൽ അണിനിരക്കുന്ന ഖാദിമീങ്ങളാണ്. നമ്മൾ നൂറുൽ ഉലമാന്റെ പിന്നിൽ അണിനിരക്കുന്ന ഖാദിമീങ്ങളാണ്. നമ്മൾ സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുന്ന ഖാദിമീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊന്ന് ചെരുപ്പെടുത്തു കൊടുക്കാൻ നമ്മളെ ജീവിതത്തിൽ കഴിയണം. അവർക്ക് തുപ്പുന്ന സമയത്തൊന്ന് തുപ്പിന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവരെ വസ്ത്രമൊന്ന് അലക്കി കൊടുക്കാൻ ജീവിതത്തിൽ നമ്മൾക്കൊന്ന് കഴിയണം. അവർക്കൊന്ന് കൈ കഴുകാനുള്ള വെള്ളം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ നമ്മൾ രക്ഷപ്പെടുക. അല്ലാഹു സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, സംഘടനാ പ്രവർത്തനം സാലിഹീങ്ങളെ പിന്നാലെ അണിനിരക്കാനാണ്, അവരെ ഖാദിമീങ്ങളായി അണിനിരക്കാനാണ്. ഇനി കണ്ടില്ലേ, ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരിൽപ്പെട്ട വലിയ മഹാനാട് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ആ ലുഖ്മാനുൽ ഹക്കീം തങ്ങള് തന്റെ പിഞ്ചോമന മകനെ വിളിച്ചിട്ട് നടത്തിയ വസിയ്യത്ത് എന്താണ്? യാ ബുനയ്യ അലൈക ബിമജാലിസിൽ ഉലമാഇ വസ്സുലഹാ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ പിഞ്ചോമന മകനെ വിളിച്ചിട്ട് വസിയ്യത്ത് നടത്തുകയാണ്. മോനെ, നീ എന്നും സാലിഹീങ്ങളെ പിന്നാലെ അണിനിരക്കണം കേട്ടോ. നീ എന്നും ആലിമീങ്ങളെ പിന്നാലെ അണിനിരക്കണം കേട്ടോ. അലൈക ബിമജാലിസുൽ ഉലമാഇ വസ്സുലഹാ. സാലിഹീങ്ങളെ പിന്നാലെ അണിനിരക്കുന്നവരാകണം, ആലിമീങ്ങളെ പിന്നാലെ അണിനിരക്കുന്നവരാകണം. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകനോട് പറഞ്ഞ വസിയ്യത്താണ്. അതേ വസിയ്യത്തല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ തഖ്വ ചെയ്യുന്നവരാകണം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവരാകണം, അതുപോലെ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ കൈയൊഴിക്കുന്നവരാകണം. അത് മാത്രം പോരാ. ഇനി കണ്ടോ, പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് പറയുന്നത്, കൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ എന്നും സജ്ജനങ്ങളെ പിന്നാലെ അണിനിരക്കുന്നവരാകണം, സ്വാലിഹീങ്ങളെ പിന്നാലെ അണിനിരക്കുന്നവരാകണം. അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ആലിമീങ്ങളുടെ സാലിഹീങ്ങളെ പിന്നാലെ അണിനിരക്കാതെ വെറും ഇബാദത്തിന്റെ പിന്നാലെ പോയവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാകണം, പോരാ വകൂനൂ മഅസ്സാദിഖീൻ. തഖ്വയോടുകൂടെ നിങ്ങൾ സാലിഹീങ്ങളെ പിന്നാലെയും ആകണം. അങ്ങനെ സാലിഹീങ്ങളെ പിന്നാലെ ആയാലോ നിങ്ങളാണ് രക്ഷപ്പെട്ടവര്, നിങ്ങളാണ് ആഖിറം വിജയിച്ചവര്. പരിശുദ്ധ ഖുർആൻ ആ സാലിഹീങ്ങളെ പിന്നാലെ അണിനിരക്കാറുള്ളതാണ് സംഘടനാ പ്രവർത്തനം. അല്ലാഹു ആ ഭാഗ്യവന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എപ്പോഴും അഹ്ലുസുന്നക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം, നല്ല ആദർശബോധമുള്ള പ്രവർത്തകരാകണം. ഞാൻ ആ ഭാഗം നീട്ടി പറയുന്നില്ല, കുറെ ഉമ്മമാരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഇവിടെ ഒരുമിച്ചുകൂടി SSFന്റെ പ്രവർത്തകര്, ഇവിടെ ഒരുമിച്ചുകൂടി SYSന്റെ പ്രവർത്തകര്, നിങ്ങൾ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. അത് ജമാഅത്തായി ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമം നടത്തണം. ഒരൊറ്റ സ്വബഹിയും ഖലാക്കി പോകരുത് പ്രവർത്തകരെ. അങ്ങനെ ഖലാക്കുന്നൊരു പ്രവർത്തകൻ നമ്മൾ ഈ നാട്ടിലുണ്ട് എങ്കിൽ അവന്റെ SSFന്റെ മെമ്പർഷിപ്പ് വാങ്ങി വെക്കണം കേട്ടോ. നിസ്കരിക്കാത്തവർക്ക് അത് കൊടുക്കാൻ പറ്റൂല. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. അത് ജമാഅത്തായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനിയും ഞാൻ എന്റെ SSFന്റെ SYSന്റെ പ്രവർത്തകരോട് പറയട്ടെ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അക്രമം ഉണ്ടാക്കാൻ ഞങ്ങൾ പറയാറില്ല, കുഴപ്പമുണ്ടാക്കാൻ
നന്നാക്കാൻ ഞങ്ങൾ പറയാറില്ല. എന്നും നമ്മളെ പ്രവർത്തകർ അച്ചടക്കബോധമുള്ള പ്രവർത്തകരാക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ബാധ്യത. ആ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചതാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ സുബഹി നിസ്കാരത്തിന്റെ പിറകെ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതുന്നവരാകണം. ഒന്നും കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, എപ്പോഴും സൂറത്തു തബാറക ഓതുന്നവരാകണം. സൂറത്തു തബാറക ഓതുന്നവരാകണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സൂറത്തുൽ മുൽക്ക് ഹിയൽ മുൻജിയ. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന തബാറക സൂറത്ത് അത് നിന്നെ നാളെ പാരത്രിക ലോകത്തെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. SSFന്റെ SYSന്റെ പ്രവർത്തകരോട്, ഇവിടെ വഅല് കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, എപ്പോഴും തബാറക സൂറത്ത് നിത്യമായി ഓതുന്നവരാകണം. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വറ്റം സ്വഹാബത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞേച്ചപ്പോ ആ സ്വഹാബത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയി. അവിടെ ഒരു ഖൈമ ഉണ്ടാക്കാൻ, ഒരു കൂടാരമുണ്ടാക്കാൻ, അതാ കുഴി കുഴിക്കുന്ന സമയത്ത്, ഒരു കുഴി കുഴിക്കുന്ന സമയത്ത്, തൂണ് നാട്ടാൻ ഒരു കുഴി കുഴിക്കുന്ന സമയത്ത് അതാ പോയ സ്വഹാബത്തിന് അറിഞ്ഞില്ല ഇതൊരു ഖബർസ്ഥാനിയാണെന്ന് അറിഞ്ഞില്ല. സ്വഹാബത്ത് അതാ കുഴി കുഴിക്കാൻ വേണ്ടി, തൂണ് നാട്ടാൻ വേണ്ടി കുഴി കുഴിക്കുമ്പോ അടിഭാഗത്ത് ഖബർ കാണുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഖബർ കണ്ടപ്പോ ഖബറിന്റെ ഉള്ളിൽ ഒരാളെ കാണുകയാണ്. ആ ഖബറിന്റെ അകത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഈ സ്വഹാബത്ത് ശ്രദ്ധിച്ചു കേൾക്കുമ്പോ എന്താണ് അവിടെ കാണുന്നത്? ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. സ്വഹാബത്ത് ശരിക്കും ഒന്ന് ചുവടങ്ങ് വെച്ച് കേൾക്കുമ്പോ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ആള് സൂറത്തു തബാറക പാരായണം ചെയ്യുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തു തബാറക ഖബറിന്റെ അകത്ത് വെച്ച് പാരായണം ചെയ്യുകയാണ്. സ്വഹാബത്ത് അത് മൂടുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇന്ന സ്ഥലത്തൊരു ഖബർ കണ്ടു നബിയേ. ആ ഖബറിന്റെ അകത്ത് ഒരാളെ ഞങ്ങൾ കണ്ടു യാ റസൂലല്ലാഹ്. ആ ഖബറാളി ഖബറിന്റെ അകത്ത് വെച്ചിട്ട് സൂറത്തു തബാറക പാരായണം ചെയ്യുന്നു. ഇത് ഞങ്ങൾ കണ്ടു നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിയൽ മുൻജിയ. അത് ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ ദിവസവും സൂറത്ത് തബാറക ഓതുന്നവരാകണം. ഖുർആൻ ഒരു കടലാസ് ഓതുന്നവരാകണം. അതേ ദിക്റുകൾ അധികരിപ്പിക്കുന്നവരാകണം. ദിക്ർ ഹൽഖയിൽ പങ്കെടുക്കുന്നവരാകണം. സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണം. സ്വലാത്തിന്റെ മജ്ലിസിൽ പോകുന്നവരാകണം. എന്റെ കൂട്ടുകാരോട് ഇത് വസിയ്യത്താണ്. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, SSFന്റെ SYSന്റെ പ്രവർത്തകരെ, ഇവിടെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, എപ്പോഴും നമ്മുടെ സ്വഭാവം നന്നാക്കുന്നവരാകണം. കൂട്ടുകാരനെ കാണുമ്പോ പുഞ്ചിരിക്കാനൊന്ന് നമ്മളെ കൊണ്ട് കഴിയണം. അവനക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എത്ര വലിയ അക്രമിയായാലും നീ അവന്റെ മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേട്ടം. കാന്തപുരം ഉസ്താദിന്റെ നേട്ടം അതാ. എത്ര വലിയ വൈരാഗ്യമുള്ള മനുഷ്യന് മുമ്പിലെത്തുമ്പോ ആ പുഞ്ചിരിക്കുന്ന മുഖം വന്ന് കണ്ടപ്പോ കറുകറുത്ത പാറക്കല്ല് പോലത്തെ മനസ്സ് ഐസും കട്ട പോലെ ഉരുകിപ്പോകുകയാ. ഉസ്താദിന്റെ പുഞ്ചിരിയും ഉസ്താദിന്റെ മുഖവും അല്ലാഹു ആയുസ് നോക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഉസ്താദ് നോട്ടം നോക്കുമ്പോൾ ഉസ്താദ് എവിടെയായിരിക്കും നോക്കുന്നത്, പക്ഷെ എല്ലാവരും അത് എന്നെ നോക്കുന്നുണ്ട്. അതൊരു കറാമത്തിന്റെ നോട്ടല്ലേ. എല്ലാരും പറയുന്നത് എന്നെയാണ് നോക്കുന്നത്.
അവിടുത്തെ ഒരു പുഞ്ചിരിയും സുബ്ഹാനല്ലാഹ് എന്തൊരു സ്വഭാവം, എന്തൊരു സ്വഭാവം, എന്തൊരു സ്വഭാവം. അത് നമുക്ക് മാതൃകയാണ്. എന്നും ആ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന നാം നല്ല സ്വഭാവക്കാരാകണം. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന മുഖം നമ്മളെ എപ്പോൾ ഉണ്ടാകണം. സ്വഭാവം നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ക്രോധത്തിന്റെ മുഖത്തോടെ നോക്കാൻ പാടില്ല, ദേഷ്യത്തിന്റെ മുഖത്തോടെ നോക്കാൻ പാടില്ല. എപ്പോഴും സ്വഭാവം നന്നാക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ റബ്ബിന്റെ കോടതി എത്തിക്കഴിഞ്ഞാൽ ആ മീസാനാകുന്ന തുലാസിൽ ഏറ്റവും തൂങ്ങുന്ന ഭാരമുള്ള സാധനം ഏതാ? അത് സ്വഭാവമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ ചെറിയവരോട് വല്ലാത്ത ദയവ് നമുക്കുണ്ടാകണം. വയസ്സന്മാരെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ കഴിയണം. ഉസ്താദുമാരെ ബഹുമാനിക്കാൻ കഴിയണം. മാഷന്മാരെ ബഹുമാനിക്കാൻ കഴിയണം. ടീച്ചർമാരെ ബഹുമാനിക്കാൻ കഴിയണം. ഒരക്ഷരമെങ്കിലും പഠിപ്പിച്ചവരെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇത്തരം നല്ല